നിന്നും വ്യത്യസ്തമായി ബിഗ് ബോസ് സീസൺ 6 65ഓളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാജാവ് എന്ന് വിശേഷിപ്പിക്കാൻ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം വിജയ് എന്ന കാര്യം ആർക്കും പ്രവചിക്കാൻ സാധിക്കുന്നതുമല്ല. എങ്കിലും ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്നത് ജിൻഡോയ്ക്കാണ്. ബിഗ് ബോസിന് അകത്ത് വലിയ പിന്തുണ ലഭിക്കുന്നില്ലെങ്കിലും പുറത്ത് വലിയൊരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയ്ക്കൊപ്പം ഉണ്ടെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. വീട്ടുകാർ ബിഗ് ബോസിനകത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ മുതൽ പുറത്ത് ജിൻഡോയ്ക്കുള്ള പിന്തുണയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ മത്സരാർത്ഥികൾക്കും ലഭിച്ചു കഴിഞ്ഞു. ആരുടെ വീട്ടുകാരാണ് വരുന്നതെങ്കിലും എല്ലാവരും ജിൻഡോയെ വളരെ കാര്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നതെന്നും സംസാരിക്കുന്നതും. ജിൻഡോയുടെ ഈ പിന്തുണ അറിഞ്ഞതിനു ശേഷം ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും അർജുനും തമ്മിൽ നടന്ന ഒരു സംസാരമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ജാസ്മിനും അർജുനും തമ്മിലുള്ള സംസാരം. എവിക്ഷൻ വിഷയത്തിലാണ് സംസാരം തുടങ്ങിയത്. നേരത്തെയൊക്കെ എവിക്ഷൻ ഡേയോട് അടുക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനായിരുന്നു. ഞാനാണോ പോകുന്നതെന്ന് ആലോചിക്കും. ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ. നിൽക്കാൻ പറ്റുന്ന അത്ര ദിവസം നിൽക്കുക, അതിനുവേണ്ടി എഫേർട്ട് ഇടുക. ജനങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവർ പുറത്താക്കും. അവരെ പറ്റിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയുള്ളൂ എന്ന് അർജുന് മറുപടി നൽകുന്നു. ഇതിനുശേഷമായിരുന്നു ജിൻഡോ കപ്പടിക്കുന്നതിനെ കുറിച്ച് ജാസ്മിൻ സംസാരിക്കുന്നത്. എന്റെ പൊന്നെ, ജിൻഡോ ജയിച്ചാൽ എനിക്ക് സഹിക്കില്ല, ബിഗ് ബോസിന് അർത്ഥമില്ലാതായി പോകും എന്നായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ. ഈ സംസാരം സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ജാസ്മിന് ജിൻഡോയോട് അസൂയാണ് എന്ന തരത്തിലൊക്കെയാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ജിൻഡോയെ വലിയ തോതിൽ പ്രേക്ഷകർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. വലിയ വലിയ ഡയലോഗുകൾ അടിച്ച് എതിരാളിയെ നിലം പരിശാക്കുന്ന മാസ് മസാല ബിഗ് ബോസ് രാജാവ് ഒന്നുമല്ലെങ്കിലും ജിൻഡോ എന്ന മത്സരാർത്ഥിയെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നത്. കൂട്ടം കൂടി ചവിട്ടി മെതിച്ചാലും ഒരല്പം പോലും തകരാതെ അവരോട് എതിർത്ത് നിൽക്കുന്ന ജിൻഡോ ചേട്ടനെ ഈ സീസണിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. തന്നെ പലവട്ടം ദ്രോഹിച്ചവരെ ഇദ്ദേഹം മറക്കാതെ പത്തിക്ക് നോക്കി പ്രഹരമേൽപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന വേറൊരു രീതിയും കൂടിയുണ്ട്. അത് റസ്മിനും ഗബ്രി ജാസ്മിൻ കോംബോകൾക്കും ശരിക്കും മനസ്സിലായിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിലുമായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ട് എതിരാളി മാനസികമായി തകർന്നിരിക്കുമ്പോഴുമായിരിക്കാം. നോറയ്ക്കും നന്ദനയ്ക്കും ഈ അടുത്ത കാലത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായതുമാണ്. ഗെയിമുകൾ പലവിധം എന്ന് പറയുന്നത് പോലെ പക അത് വീട്ടാനുള്ളതാണ്. അത് എവിടെ വെച്ച് എങ്ങനെയെന്നൊന്നും ഈ എക്സ്ട്രാ ഓർഡിനറി രാജാവിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ജിൻഡോ ആരാധകൻ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു.